മാഡം 2 ആഴ്ചയായിട്ട് തുടർച്ചയായിട്ട് യൂറിൻ പോകുന്നുണ്ടായിരുന്നു. കുറേ വെള്ളമൊക്കെ കുടിച്ചു നോക്കി, വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അടിവയറ്റിൽ നല്ല അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ വെള്ളവും ക്യാമ്പർ ജ്യൂസും കുടിച്ചു. അതിൻ്റെ കൂടെ എനിക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ട് എന്നല്ലാണ്ട് വലിയ വ്യത്യാസമില്ല മാം. അവിടെ ലാബ് ഉണ്ടല്ലോ, അതിൽ തന്നെ ചെയ്തു നോക്കി. അപ്പോൾ നല്ല ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. എന്താണ് മാം? ഇതെല്ലാം ഒരു യൂറിനറി ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് ആണ്. എല്ലാവർക്കും ഒന്നും ഈ സിമിലർ സിംറ്റംസ് ഉണ്ടാവണം എന്നില്ല. ചിലവർക്ക് അത് അടിവയറ്റിലുള്ള ഒരു അസ്വസ്ഥതയോ അല്ലെങ്കിൽ അടിവയറ്റിലുള്ള ഒരു പെയിൻ ആയിരിക്കാം. ചിലവർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിൻ പാസ് ചെയ്യണം പോലെ ഒരു തോന്നൽ. ഇതൊന്നും അല്ലെങ്കിൽ ചിലവർക്ക് ചിലപ്പം ഒരു യൂറിനിലൊരു ബാഡ് സ്മെൽ അല്ലെങ്കിൽ യൂറിനിലൊരു ഡിസ്കളറേഷൻ അല്ലെങ്കിൽ ഒരു കളർ വ്യത്യാസം മാത്രമായിരിക്കും ചിലപ്പം തോന്നുക. ഇങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റംസ് ആർക്കെങ്കിലും ഇതിലേതെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടറെ കാണണം. പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് നിർബന്ധമാണ്. അല്ലെങ്കിൽ അത് കൂടിക്കഴിഞ്ഞാൽ ഇത് സീരിയസ് ആയിട്ട് മാറിയേക്കാം. ഈ പറഞ്ഞ സിംറ്റംസിൻ്റെ ഒപ്പം നല്ല കുളിരോട് കൂടിയുള്ള ഹൈഗ്രേഡ് ഫീവർ അല്ലെങ്കിൽ അടിവയറ്റിലുള്ള വേദന ഇടുപ്പിലോട്ട് റേഡിയേറ്റ് ആവുകയാണെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറെ എന്തായാലും പോയി കാണണം. ചില ലേഡീസിന് യൂറിനറി ഇൻഫെക്ഷൻ്റെ ഒപ്പം ഈസ്റ്റ് ഇൻഫെക്ഷനും കണ്ടേക്കാം. ഈ പറഞ്ഞ സിംറ്റംസിൻ്റെ ഒപ്പം അവർക്ക് അവിടെ ചൊറിച്ചിലും അനുഭവപ്പെട്ടേക്കാം. മാക്സിമം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. കഴിയുന്നതും മൂത്രം ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക. പിന്നെ ഇന്റർകോഴ്സിന് ശേഷം യൂറിൻ പാസ് ചെയ്യുക. പ്രൈവറ്റ് പാർട്സ് ക്ലീൻ ചെയ്യാൻ സെൻറ്റഡ് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് ഡോക്ടർ ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്തേക്കാം. ആ ഒരു കോഴ്സ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ റെക്കറൻറ്റ് ചാൻസസ് ഓഫ് യൂറിനറി ഇൻഫെക്ഷൻ ഇസ് വെരി വെരി കോമൺ. പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ ഇതിനെല്ലാം ക്ലിയർ ആവും. ആസ് എ ഗൈനക്കോളജിസ്റ്റ് ഐ വുഡ് സേ ഏർലി സിംറ്റംസ് കാണുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. എന്നിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ ഫുൾ ഡോസ് പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ആ ഫുൾ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.